ഹലോ, വെൽക്കം ടു നൈറാസ് മംസ് വേൾഡ്. ഇത് ഇന്നലത്തെ വ്ലോഗാണ് കേട്ടോ. കറക്റ്റായിട്ട് ഡേറ്റ് പറഞ്ഞാൽ ജനുവരി 30 വ്യാഴാഴ്ച. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എയർപോർട്ടിലേക്കാണ്. ഞങ്ങളുടെ മുഖത്തെ എക്സൈറ്റ്മെൻറ്റ് കാണുമ്പോൾ കുറച്ച് പേർക്കെങ്കിലും പിടുത്തം കിട്ടും ആരാണ് വരുന്നത് എന്നുള്ളത് അല്ലേ. അത് പറയാം, ലാസ്റ്റ് വരെ കാത്തിരുന്നാൽ മതി കേട്ടോ. പക്ഷെ ഞങ്ങൾ അത്രയും എക്സൈറ്റഡ് ആയിരുന്നു. അതുപോലെ ട്രാഫിക്ക് കൂടുന്തോറും ടെൻഷനുമായിരുന്നു കേട്ടോ. അവിടെ എത്തുമോ, സമയത്ത് എത്തുമോ, അവരവിടെ ഇരുന്ന് മുഷിഞ്ഞു പോകുമോ എന്നൊക്കെ ഉള്ളത്. പക്ഷേ എങ്ങനെയൊക്കെയോ ഞങ്ങൾ സമയത്ത് അവിടെ എത്തി. ഇതാണ് അവിടുത്തെ എയർപോർട്ട് കേട്ടോ. ഞാൻ മൊത്തമായിട്ട് എടുത്തിട്ടില്ല. പക്ഷേ ഞങ്ങളുടെ എക്സൈറ്റ്മെൻറ്റ് ലെവൽ എന്താ പറയുക, പീക്ക് ലെവലിലായിരുന്നു കേട്ടോ. അത് കരിമോളുടെ വീഡിയോ കാണുമ്പോൾ നന്നായിട്ട് മനസ്സിലാവും. കരിമോൾ അത്രയും നാളായിട്ട് കാത്തിരിക്കുകയാണ്. ഇവർ നാട്ടിൽ നിന്ന് വരുന്നു എന്ന് പറയുന്ന ആ ഒരു അറിഞ്ഞ ദിവസം തൊട്ടിട്ട് എണ്ണി ഇരിക്കാറില്ലേ, അങ്ങനെ ഇരിക്കുന്ന ഒരാളായിരുന്നു കരിമോള്. എന്നാ എത്താ ഇനി എത്ര ദിവസമുണ്ട്, ഇത് മാത്രമായിരുന്നു എന്നുള്ള ചോദ്യങ്ങൾ കേട്ടോ. ആളിതേ ഭയങ്കര എന്താ പറയുക, ഓടിത്തെരഞ്ഞ് നടക്കണം. കുറേ നേരം കാത്തിരുന്നു കേട്ടോ. പക്ഷെ അപ്പോഴൊന്നും അവരെത്തിയിരുന്നില്ല. അപ്പം അങ്ങനെ എന്താ പറയുക, കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആൾക്ക് ക്ഷീണമാവാനൊക്കെ തുടങ്ങി. പിന്നെ കരിമോള് ഒക്കത്തൊക്കെ കയറി അവൾ ഡാഡിയോടൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, എന്താ എത്താത്തതെന്ന്. അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം അവരെത്തി. വേറെ ആരുമല്ല, എൻ്റെ അച്ഛനും അമ്മയാണ് കേട്ടോ വന്നത്. അവർ ദുബായ് ട്രിപ്പ് കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ടേക്കായിരുന്നു വന്നിരുന്നത്. ദുബായ് ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ഞങ്ങൾ ഇങ്ങോട്ടേക്കുള്ള ട്രിപ്പും കൂടി പ്ലാൻ ചെയ്തിരുന്നു. അപ്പോൾ ഇനിയുള്ള വ്ലോഗിൽ ഇവരും ഞങ്ങളുടെ കൂടെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യമാണ് നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നമ്മളുടെ പാരൻസ് വരിക എന്നുള്ളത്. എനിക്ക് ആ സന്തോഷം ഈ വ്ളോഗിലൂടെ കാണിച്ചു തരാനോ അല്ലെങ്കിൽ പറഞ്ഞു തീർക്കാനോ പറ്റില്ല. അത്രയും എന്താ പറയുക, ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നത് കണ്ടപ്പോൾ. എന്തായാലും അമ്മമ്മ പേരക്കുട്ടിനെ കിട്ടിയപ്പോൾ എല്ലാവരെയും പോലെ തന്നെ മോളെ മറന്നുപോയി കേട്ടോ. പിന്നെ ഓർമ്മ വന്നു, അയ്യോ എൻ്റെ മോളെ ഞാൻ ഓർത്തില്ല എന്ന്. അങ്ങനെ വന്ന് തന്ന ഉമ്മയാണ് കേട്ടോ ഇത് ഞാൻ ഇവിടെ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഫ്രെയിം ഇതായിരുന്നു. അവർ 4 പേരിങ്ങനെ നടക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം എൻ്റെ മനസ്സിൽ തോന്നിയിരുന്നു കേട്ടോ. അപ്പോൾ ഇനി പാർട്ട് 2 വീഡിയോ കൂടി വരുന്നുണ്ട് കേട്ടോ. ഒരു ചെറിയ പെട്ടുപൊളിക്കൽ വീഡിയോ. അപ്പോൾ അതിനു വേണ്ടി കാത്തിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വിടണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്ക് ബൈ.